ജോത്സ ലൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് വന്നത് കേരള PSC പുതുതായിട്ട് 2 നോട്ട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ്. സോ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. 2024 3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും അത് ഇപ്പോൾ നടക്കുന്നത്. സോ അതിൽ ഏപ്രിൽ മാസം 13, 27 എന്നീ ഡേറ്റിൽ മീൻസ് നടത്താൻ തീരുമാനിച്ചിരുന്ന 1ഉം 2ഉം ഘട്ടങ്ങൾ അത് മെയ് 11, മെയ് 25 എന്ന ഡേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. സോ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടം ജൂൺ മാസം 15 നടക്കുന്നത്. ഇനി കോൺസ്റ്റബിൾ പരീക്ഷയുടെയാണ്. വനിതാ പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് മെയ് മാസം തന്നെ 11, 25 തീയതിയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന എക്സാംസ് ജൂൺ മാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഏപ്രിൽ മാസം 24 നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്റ്റാഫ് നഴ്സ് പരീക്ഷയും 29 തീയതിയിലേക്കും ഏപ്രിൽ മാസം 25 നടത്താൻ നിശ്ചയിച്ച ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ഏപ്രിൽ മാസം 30 മാറ്റിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയണമെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലെ എക്സാം കലണ്ടേഴ്സിൽ ചെക്ക് ചെയ്താൽ മതി. സോ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൽ ഏപ്രിൽ മാസം നടത്താനിരുന്ന എക്സാംസിൻ്റെ മുഖ്യ പരീക്ഷയുടെ വിശദമായ സിലബസ് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സോ അതിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള വിശദ സിലബസ് ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വിഭാഗങ്ങൾക്ക് യഥാക്രമമായിട്ട് IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയും അതുപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ മെയിൻ എക്സാമിൻ്റെ ഡീറ്റെയിൽ സിലബസും സ്പെഷ്യൽ ടോപ്പിക് പാർട്ട് 1, 2 എന്നിട്ട് അടങ്ങിയിട്ടും IPC, CRPCയുടെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ സിലബസ് നോക്കി പഠിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ.